എടോ, ഈ നെയ്ച്ചോറൊക്കെ കഴിച്ച് മടുത്തോ? എങ്കിലേ ഇങ്ങനൊന്ന് റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതാണ് കേട്ടോ തേങ്ങാച്ചോറ്. ഇത് സാധാ തേങ്ങാച്ചോറല്ല, ഇതൊരു വെറൈറ്റി തേങ്ങാച്ചോറാട്ടോ. നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എന്നാലേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലും. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലേ ഓളെ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എടോ, ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് റൈസ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നത്. ആ അരി അളന്ന അതേ കപ്പിൽ തന്നെ വെള്ളം ആഡ് ചെയ്യാം. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല വെള്ളം ചേർത്ത് വേവിച്ച് ഊറ്റിയെടുക്കാം. ഞാനിത് അങ്ങനെ വെള്ളത്തിൽ തന്നെ വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടേ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതേ ഒന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. റൈസൊക്കെ അടിപൊളിയായിട്ട് വേവും കേട്ടോ. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്തിട്ടണം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. ഇത് ഈ ബസുമതി റൈസിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ബസുമതി റൈസിലല്ല ഉണ്ടാക്കിയേക്കുന്നത്, സാധാ ബിരിയാണി അരിയിലാണ്. അങ്ങനെയാണെങ്കിലും നല്ലതാണ്. ഇനി ഈ വെന്ത റൈസ് അങ്ങോട്ട് മാറ്റി വെക്കാം. വീണ്ടും വേറൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ ഒരു 3.5 ടേബിൾ സ്പൂണോളം നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റൈസ് കഴിക്കാൻ എനിക്ക് നെയ്ച്ചോറിനേക്കാൾ ഇഷ്ടമായി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. ഇനി ഈ നെയ്ക്കകത്തോട്ട് ഞാൻ 1 ടീസ്പൂണോളം കടുകിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. കൂടെ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ചേർത്തിട്ട് ചെറുതായിട്ടൊന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്. അത് ആ സ്പാച്ചിലൊക്കെ കുറച്ച് വെള്ളം ഇരുന്നായിരുന്നു കേട്ടോ, അതുകൊണ്ടാണേ. ഇനി ഇതുപോലെ എന്തോ അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഈ തേങ്ങയിലാണ് കേട്ടോ നമ്മുടെ ഈ റൈസിന്റെ ടേസ്റ്റ് അത്ര ഇരിക്കുന്നത്. ഇടയ്ക്ക് തേങ്ങ കടിക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോഴേ ഈ തേങ്ങ ഈ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഇത് ഒരുപാട് അങ്ങ് കളറൊന്നും മാറണ്ട, ചെറുതായിട്ട് ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെയും ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം. കറി പോലും വേണമെന്നില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് നമുക്കിത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഇതുപോലെ ഒന്നേ റോസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഈ റൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയിടൂ. അത് അപ്പോഴേക്കും നമ്മുടെ പണി കഴിയും. വളരെ എളുപ്പമാണ്. ഇപ്പം റൈസൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ റൈസ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, റൈസ് ഒന്നും ഉടഞ്ഞു പോവാതെ ഇങ്ങനെ ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മെല്ലെ ഒന്ന് മിക്സാക്കിയാൽ മതി, റൈസ് ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിലേ. റൈസൊക്കെ നല്ല വിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇനി മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ അവസാനം കുറച്ച് നെയ്യും കൂടെ ചേർക്കുമ്പോഴേക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഇനി ഇതങ്ങോട്ട് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാം. ഇതങ്ങോട്ട് ഇട്ടിട്ടേ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒക്കെ അങ്ങോട്ട് ചേർത്തിട്ടൊരു പിടി പിടിക്കണം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കൂ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.